ഈ തിയറി പക്കയാക്കാൻ നമ്മളെ നോട്ട് തന്നെ ധാരാളം. ഞാനത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കിട്ടിയില്ല കുഴപ്പമില്ല, നമുക്ക് എന്തൊക്കെ പണിയുണ്ട്, നമുക്ക് പ്രൈവറ്റ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം. അങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നിരുന്നു. അതിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമുക്ക് 18ാം റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ്. അപ്പൊ രാവിലെ എണീറ്റ് ഒരു റൂട്ടീൻ എങ്ങനെയാണെന്ന് പറയോ? പ്രിപ്പറേഷന്റെ രാവിലെ എണീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ജോബ് കിട്ടുന്നില്ല, റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോബ് കിട്ടുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രം എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ല അഭിഷേക്. ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് 18ാം റാങ്ക് നേടിയിട്ടുള്ള അഭിഷേക് ആണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അഭിഷേക് നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ ഓവർസിയർ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് സൈലം ടെക്നിക്കൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഓൺലൈൻ ബാച്ച് ആരംഭിക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. ആ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് അഭിഷേക്. അപ്പൊ അഭിഷേകിനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. അഭിഷേക്, എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം, വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. എക്സാം ക്രാക്ക് ചെയ്യണമെന്നുള്ളത് ആദ്യം തൊട്ടുള്ളൊരു എന്താ പറയാ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പ്രഷറൊന്നുമില്ല, പക്ഷെ നമ്മുടെ ആ ഒരു സൊസൈറ്റീന്റെ പ്രഷർ എന്ന് പറയുന്ന പോലെ ജോലി വേണം, ഒരു സെക്യൂർ ജോബ് വേണം എന്നുള്ളൊരു ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ റീലൊക്കെ കാണുന്ന ജോലി ആയില്ലേ. എല്ലാവരും പോലെ എനിക്കും ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വരില്ല. അപ്പൊ അവര് ചിലപ്പോ നല്ല രീതിയിൽ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരു ഇതാണ്, നമ്മൾ PSC നോക്കുകയാണ്. അപ്പം എല്ലാവരും കിട്ടില്ലേ, പിന്നെ ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ജോബ് കിട്ടുന്നില്ല, റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോബ് കിട്ടുന്നില്ല ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമുക്ക് 18ാം റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിനോടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രം എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ല അഭിഷേക്. അപ്പം അഭിഷേകിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ്, എന്തൊക്കെയാണ് അഭിഷേക് ക്വാളിഫിക്കേഷൻസ്, പിന്നെ എങ്ങനെയാ സിവിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്നത്, അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞായിരുന്നു. പിന്നെ 2020 പാസ് ഔട്ടാണ്. അപ്പം ആ ടൈമിൽ കൊറോണ വന്നു. അപ്പം മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പം കോളേജിലെ 2-3 ഫ്രണ്ട്സ് ITI എടുത്താലോ എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ അവന് താല്പര്യം മെക്കാനിക്കലായിരുന്നു. സോ അവൻ ഫിറ്റർ ചൂസ് ചെയ്തു. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പം നമ്മുടെ സിവിൽ ഡ്രാഫ്റ്റ്മാൻ എന്നുള്ള കോഴ്സിന് ഇഷ്ടംപോലെ PSC വേക്കൻസി ഉണ്ട്, എക്സാം വിളിക്കും. അപ്പം ഈ ജോലി സാധ്യതകൾ കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണ് സിവിൽ ഡ്രാഫ്റ്റ്മാൻ എന്നുള്ള കോഴ്സ് ITIയിൽ എടുത്തത്. അങ്ങനെ 2020 പാസ് ഔട്ടാണ് ITI. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തു 2024 വരെ. അപ്പം ആ ടൈമിലാണ് എക്സാമൊക്കെ വരാന്നുള്ളൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2024 സൈലത്തിന്റെ ഒരു വീഡിയോ, ഷാഹിദ് സാർ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ ഓൺലൈൻ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോയിന്റ് തൊട്ടാണ് പിന്നെ ജോലി റിസൈൻ ചെയ്ത് സീരിയസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു. അതിന് മുന്നേ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചൊക്കെ നോക്കിയിരുന്നു സ്വന്തമായിട്ട്, യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ട്. പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല. കറക്റ്റായിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് സിലബസ് അറിഞ്ഞില്ലെങ്കിൽ പ്രയാസമുണ്ടല്ലോ. പിന്നെ ഈ ഒരു മാത്തമാറ്റിക്സ് കഴിഞ്ഞ് വന്നത് ഇതിലേക്ക് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാമിന്? അങ്ങനെ ചോദിച്ചാല് അങ്ങനെ പ്രത്യേകിച്ചില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സൈലമാണ് സ്റ്റാർട്ടിങ് ഫൗണ്ടേഷൻ തരുന്നത്. സൈലത്തിൽ നിന്നാണ് ഞാൻ ഓൺലൈൻ ബാച്ച് ജോയിൻ ചെയ്യുന്നത് 2024 മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ്. അപ്പം ക്ലാസ് തുടങ്ങിയിരുന്നു ഓൾറെഡി. അപ്പം ഞാൻ കുറേ പിന്നിലായിരുന്നു. അപ്പം റെക്കോർഡഡ് തന്നെ കണ്ട് ശീലിച്ച്. അപ്പം അതിനെ കൊണ്ട് തന്നെ ലൈവ് ബാച്ചിൽ എനിക്ക് എത്രത്തോളം കയറാൻ പറ്റിയില്ല. റെക്കോർഡഡ് കണ്ട് ആദ്യം തൊട്ട് ഒരു ശീലമായിപ്പോയി, ആ ഒരു റുട്ടീൻ അങ്ങനെ ആയിപ്പോയി. അത് അഭിഷേക് റിസൾട്ട് വന്ന സമയത്ത് നമുക്കും പേരത്ര ഫെമിലിയർ അല്ലായിരുന്നു. കാരണം ലൈവിൽ കയറുന്ന കുട്ടികളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പേരൊക്കെ എടുത്ത് വിളിക്കുന്നതുകൊണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടൊക്കെ ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഫാക്കൽറ്റീസിനും നല്ല പരിചയം ഉണ്ടാവും നമ്മുടെ ലൈവിലുള്ള സ്റ്റുഡൻസിനെ. അപ്പോൾ റിസൾട്ട് വന്ന് മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം, ഇത് ഏതാണ് ഈ കുട്ടി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ പറഞ്ഞു, അഭിഷേകൻ ഞങ്ങളോട് പറഞ്ഞു ഓൺലൈൻ റെക്കോർഡർ ആ കണ്ടിരുന്നതാണ്. ഞാൻ കൂടുതൽ റെക്കോർഡറായിരുന്നു. അതെന്താന്ന് അറിയില്ല, അങ്ങനെ ആദ്യം തൊട്ടേ അങ്ങനെ ശീലമായപ്പോൾ പിന്നെ അതന്നെ ശീലമായി. ഞാൻ റെക്കോർഡ് കണ്ട് പിന്നെ അപ്പം തന്നെ റിവൈസ് ചെയ്യും. അന്നെടുത്ത കാര്യം എഴുതി നോട്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് തൊട്ടേ ഉള്ള കാര്യം ഫുള്ള് നോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അത് പ്രിപ്പയർ ചെയ്യും. അതായത് തലേന്ന് ദിവസത്തെ ലൈവിന്റെ റെക്കോർഡ് പിറ്റേ ദിവസം കാണും. എന്നിട്ട് റെക്കോർഡ് കഴിഞ്ഞാൽ അപ്പം എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കും. പിന്നെ ഒരു വീക്കെൻഡിൽ മൊത്തം ഒന്ന് വായിക്കും. മീൻസ് ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞെങ്കിൽ ആ ചാപ്റ്റർ ഒന്നും കൂടി വായിക്കും. അങ്ങനെയൊക്കെ. അതാണ് റിവിഷൻ അല്ലേ? ആഴ്ചയിൽ ഒന്ന് റിവൈസ് ചെയ്യും. പിന്നെ PYQ പറ്റി പറയുമ്പം
ഞാൻ ഫസ്റ്റ് തന്നെ ഒരു PYQന്റെ ബുക്ക് വാങ്ങിയിരുന്നു 2011 തൊട്ടോ അങ്ങനെ എന്തോ ഉള്ള ഒരു സെറ്റ് വരുന്ന ഒരു ബുക്ക് വാങ്ങിയിരുന്നു. ഇപ്പൊ നമുക്ക് കുറെ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ശരിയാ. അപ്പം അത് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. പക്ഷെ നമുക്ക് ഒരു 90% നമ്മൾ കവർ ചെയ്യാത്ത ടോപ്പിക് ആണല്ലോ തുടക്കത്തില്. ഒട്ടും പഠിച്ചെത്തില്ല. പിന്നെ IT എന്ന് നമുക്ക് തിയറി ബാക്ക്ഗ്രൗണ്ട് വളരെ കുറവാണല്ലോ, നമ്മുടെ കൂടുതലും പ്രാക്ടിക്കൽ ഫോക്കസ് ചെയ്തിട്ടാണ് IT. അപ്പം ഞാൻ നിർത്തി ഇത് ചെയ്യുന്നത്. അപ്പോഴാണ് മിസ്സിൻ്റെ ഒരു ക്ലാസ്സിൽ മിസ്സ് പറഞ്ഞത് നമ്മുടെ PYQ എങ്ങനെ, ഇപ്പം നമുക്ക് 80 ക്വസ്റ്റ്യൻ ചെയ്താൽ 80ഉം തെറ്റാണെങ്കിലും നമ്മൾ പിന്നെയും ചെയ്യണം. കാരണം ഈ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആവും. പിന്നെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് പുതിയ എന്താ പറയുക പാറ്റേണും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിട്ടും. അങ്ങനെയാണ് ഞാൻ പിന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യാന്നുള്ള മട്ടിൽ ചുമ്മാ എല്ലാ ക്വസ്റ്റ്യനും വായിക്കും. എന്നിട്ട് നമ്മൾ അറിയുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് നോളജുള്ള ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല, പ്രാക്ടിക്കൽ അതിനെക്കൊണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പഠിക്കാതിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അത് ജോലിക്ക് പോയിരുന്നു അതോ വീട്ടിൽ തന്നെ ഫുള്ളായിട്ട് എക്സാമിന് വേണ്ടി ഇരുന്നല്ലേ? ഞാൻ കുറെ കാലം ഹൗസ് അറസ്റ്റ് പോലെ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. നമുക്ക് പോകണം നിർബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കി. അപ്പൊ രാവിലെ എണീറ്റ് ഒരു റൂട്ടീൻ എങ്ങനെയാണെന്ന് പറയോ? പ്രിപ്പറേഷന്റെ രാവിലെ എണീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എങ്ങനെയാ പഠിക്കാൻ വേണ്ടിട്ട്, അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയി പറയാമോ? പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ OMRന്റെ ഒരു ഷീറ്റ് വാങ്ങാൻ കിട്ടും, നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റുന്നത്. അതില് ബബിൾ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇതിൽ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ചെറിയ നോട്ട് പാഡിൽ എഴുതി വെക്കും. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇപ്പം ഒരാഴ്ച മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പിന്നെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അത് പിന്നെ നമ്മൾ തെറ്റിച്ചാൽ അതൊക്കെ എഴുതി വെക്കും നോട്ട് പാഡിൽ. നമുക്ക് ഈ എക്സാമിന് പോകുന്നതിന് തലേന്ന് വായിക്കാന്നുള്ളൊരു പ്ലാനിൽ. പിന്നെ ഈ തെറ്റുന്ന ക്വസ്റ്റ്യൻ ഞാൻ അപ്പം തന്നെ റെഫർ ചെയ്യും, നോട്ടിൽ റെഫർ ചെയ്യും. ഈ എങ്ങനെയാണ് തെറ്റിപ്പോയത്, ആ ഭാഗത്ത് അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോയിന്റ്സ് ഒന്ന് നോക്കും. പിന്നെ റെക്കോർഡഡ് കാണും. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ പിന്നെ റെക്കോർഡഡ് കാണും, ക്ലാസ് കേൾക്കും. നോട്ട് അതിന്റെ കൂടെ തന്നെ ക്ലാസ് കേട്ടോണ്ട് റെക്കോർഡഡ് ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്തു. പിന്നെ പഠിക്കും. അപ്പം 3 hour അല്ലെങ്കിൽ 4 hour അത്ര ക്ലാസ് ഒക്കെ കണ്ടു തീർക്കാൻ ഈസി ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതോ ഡിഫിക്കൽട്ട് ആയിരുന്നോ? നമുക്ക് ചില ദിവസം 4 ക്ലാസ് 5 ക്ലാസ് ഒക്കെ തലേ ദിവസം ലൈവ് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ 4 ക്ലാസ് 5 ക്ലാസ് നമുക്ക് മടുപ്പില്ലാണ്ട് എങ്ങനെയാ കണ്ടു തീർത്തേന്നൊന്ന് പറയാമോ? എന്താ വെച്ചാൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓൺലൈൻ റെക്കോർഡ് സെഷൻ കാണുമ്പോൾ ഒരു ക്ലാസ് കേട്ടു കുഴപ്പമില്ല, രണ്ടാമത്തെ ക്ലാസ് എത്തുമ്പോഴത്തേക്കും ചെറുതായിട്ട് നമുക്കൊരു ക്ഷീണം തോന്നും, മടുപ്പ് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ എന്താ ചെയ്തത്? നിങ്ങൾ മൊത്തം തലേ ദിവസത്തെ മൊത്തം ക്ലാസ്സും പിറ്റേ ദിവസം കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മടുപ്പില്ലാണ്ടിരിക്കാൻ എന്താണ് റിഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ചെയ്തോണ്ടിരുന്നതെന്ന് പറയാമോ? ഞാന് ഈ തലേന്നത്തെ ക്ലാസ് നമ്മൾ പെൻഡിങ് ആവരുത് എന്നുള്ളത് പിന്നെ എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അത് തന്നെയാണ് മെയിൻ റീസൺ. പിന്നെ കണ്ടിന്യൂസ് ഇരുന്ന് കാണില്ല, മീൻസ് എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കണം. എൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രീ ടൈം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഫോണിലൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ജസ്റ്റ് നോക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ ടൈം. ഇപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആര് കണ്ടാലും ഭയങ്കര നമ്മുടെ മൈൻഡ് ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകും. കണ്ടിന്യൂസ് ക്ലാസ് കണ്ട് തീർക്കുമ്പോഴാണ് നമ്മൾ എക്സോസ്റ്റ് ആവുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പം കണ്ട ക്ലാസ് അതിന് മുന്നത്തെ ക്ലാസ് റിവൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണാം, അങ്ങനെ നോട്ട് വായിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ ബാച്ചിലേക്ക് ഏകദേശം 1 മാസം ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഈ 1 മാസത്തെ ക്ലാസ്സും പിന്നെ നമ്മുടെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഡെയിലി ക്ലാസ്സസും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെന്നും കൂടെ ഒന്ന് പറയാം. അത് ഓൾറെഡി നമ്മൾ പിന്നിലാണ്. അപ്പം ഇതിന്റെ കൂടെ എത്തണം എന്നുള്ളൊരു എന്താണ് മൈൻഡിലുണ്ട്. കൂടെ ഇപ്പം തലേന്നത്തെ ക്ലാസ് ഇന്ന് കാണണം, ആ ഒരു ഈ ലെവലിൽ എത്തണം എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം ക്ലാസ് വെച്ചിട്ട് സ്റ്റാർട്ടിങ് ടൈമിൽ മാക്സിമം ക്ലാസ് വെച്ച് കണ്ട്. അപ്പോൾ റിവിഷൻ കുറവായിരുന്നു, ഞാൻ പഠിക്കുന്ന ടൈം കുറവായിരുന്നു. മാക്സിമം നോട്ട് ചെയ്ത ക്ലാസ് കാണാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡിൽ കയറും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര മൈൻഡൊക്കെ കാമായിരിക്കും. എല്ലാവരും ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന ചാപ്റ്റർ ഒക്കെ നമുക്ക് ബൈഹാർഡ് ആയിരിക്കും. ഒരു മാസം നല്ല ആരംഭശൂരത്തുണ്ടാവും. അപ്പൊ ആ ടൈം ആയതിനെ കൊണ്ട് പിന്നെ ഡെയിലി റിവൈസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മാക്സിമം ഒരു 6-7 ക്ലാസ് വെച്ചിട്ട് ഡെയിലി കണ്ട് തീർത്ത്. 6 ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു എമൗണ്ട് ആണ്. 6 hours പോയല്ലോ. പക്ഷെ നമ്മളത് 1 മണിക്കൂർ സെഷൻ ആണല്ലോ. അപ്പൊ ഞാൻ ഈ റെക്കോർഡ് ആകുമ്പോൾ നമുക്ക് 1.5 ഇട്ട് കാണാലോ. അതിനുകൊണ്ടാണ് ഡെയിലി 6 ക്ലാസ്.
നോട്ടും എഴുതിയെടുത്ത് എഴുതിയെടുത്ത് അത് കഴിഞ്ഞ് ഫസ്റ്റ് ഈ സൈലത്തിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് എഴുതിയ എക്സാം എന്താണ്? അതിൽ നിന്ന് പിന്നെ ആ അപ്ഗ്രേഡ് ചെയ്ത് വരുമല്ലോ നിങ്ങള്. പക്ഷെ നമ്മൾ ആദ്യം എക്സാമിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സാം വളരെ മോശമായിരിക്കും, പിന്നെ അടുത്ത എക്സാം ആകുമ്പോൾ കുറച്ച് ഈസി ആവും, പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആവും, പിന്നെയാണ് നിങ്ങൾ ഈ മെയിൻ ലിസ്റ്റിൽ ആദ്യത്തെ 50-നുള്ളിലൊക്കെ കയറി വരുന്നത്. അപ്പൊ ആ ഒരു ജേർണി, എക്സാംസ് ഓരോ തവണ പോയി അറ്റൻഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? പിന്നെ ഒരു എക്സാം കഴിയുമ്പോൾ പിന്നെ അടുത്ത എക്സാമിൽ ആ വരുത്തരുത് എന്ന് വിചാരിച്ച മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയാമോ? ആദ്യമായിട്ട് എഴുതിയത് എനിക്കൊന്ന് ട്രേസറാന്ന് തോന്നുന്നു. ആ ടൈമിൽ ഒരു ട്രേസർ വന്നിരുന്നു. പിന്നെ ഒരു LSTD ടൗൺ പ്ലാനർ അതൊക്കെ എഴുതിയിരുന്നു. നമ്മൾ PYQ ചെയ്യുന്നതിന് അതൊരു കാര്യമാണ്, നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും. പക്ഷേ ഈ ശരിക്കും എക്സാം എഴുതുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ വേറെ തന്നെ കിട്ടും. ആ ഒരു സാധനം ആയിരിക്കില്ല ഇപ്പോൾ ശരിക്കും നമ്മൾ എക്സാം എഴുതുമ്പോൾ വരിക. അതായത് നമ്മള് വീട്ടിലിരുന്ന് മോക്ക് ടെസ്റ്റ് നമ്മളൊരു കംഫർട്ട് സോണിൽ എഴുതുന്ന അതുപോലെ ആയിരിക്കില്ല നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എഴുതാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഏതാണെന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്താലാണ് ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളൊരു അവയർനെസ് എക്സാം എഴുതി തന്നെ അത് ഉണ്ടാവുക. അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും തോന്നുന്നു. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ടെൻഷനൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നേ? നിങ്ങൾ പറഞ്ഞു നമ്മള് വീട്ടിലിരുന്ന് എഴുതുന്ന ടെസ്റ്റ് പോലെ അല്ല, എന്നും ബബിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, എന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച ആളാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയാണ് എക്സാം ഹാളിൽ പോകുമ്പോൾ ആ കണ്ടീഷൻ അല്ലെന്ന്. അപ്പോൾ ആ ഒരു ടെൻഷൻ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റും? വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ചെയ്യുന്ന കുറേ പ്രിവിലേജുകൾ ഉണ്ടാവും അവിടെ. നമുക്ക് ടൈം ആണെങ്കിലും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും വീട്ടിൽ. പക്ഷെ അതേപോലെ പറ്റിക്കോളന്നില്ല നമ്മൾ റിയൽ ആയിട്ടുള്ള എക്സാം പോകുമ്പോൾ. സ്റ്റാർട്ടിങ്ങിൽ എക്സാം എഴുതാൻ പോകുമ്പം എന്തായാലും ക്രാക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ റാങ്ക് നേടണം എന്നുള്ള ഒരു മൈൻഡിലല്ല പോകുന്നത്. നമ്മൾ പഠിച്ചു വരുന്ന ആളാണ്, അപ്പം ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയിൽ. അപ്പം ഫസ്റ്റ് എക്സാമിനൊന്നും ടെൻഷൻ ഇല്ല, നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. നന്നായി പഠിച്ചാലേ ടെൻഷൻ പറയുന്നത്. അതെ അതുപോലെ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ LSTD ടൗൺ പ്ലാനർ അത്യാവശ്യം എഴുതാൻ പറ്റി. പക്ഷെ ഒരു കട്ട് ഓഫിൻ്റെ മുകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ നെഗറ്റീവ് വരരുത് എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം ഈ PYQ ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പം ഞാനൊരു 80 ആ ഒരു റേഞ്ചിലാണ് ബബിൾ ചെയ്യുന്നത്. മാക്സിമം നെഗറ്റീവ് അറിയുന്ന കാര്യം മാത്രം, നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എക്സാം ഒക്കെ ആ ഒരു റേഞ്ചിലാണ് ചെയ്തത്. ഈ ഹാർബർ ആണെങ്കിലും ഹാർബർ എക്സാം കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് എപ്പോഴും എല്ലാവരും റാങ്ക് ചെയ്യുമ്പോൾ ഈ 100ന്റെ ബിലോ ആ ഒരു റാങ്കിലാണല്ലോ നമുക്ക് സേഫ് സോൺ. പെട്ടെന്ന് തന്നെ ഒരു കൊല്ലത്തിൽ തന്നെ നമുക്ക് പണി കിട്ടും. ഞാനും അത് തന്നെയായിരുന്നു എയിം ചെയ്ത്. ഈ PWD എക്സാമിന് പോയപ്പം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നോക്കാൻ തുടങ്ങി. ഈ ഹാർബർ കഴിഞ്ഞപ്പോഴാണ് ക്വസ്റ്റ്യൻ്റെ ഒരു എന്താ പറയുക ഡിഫിക്കൽട്ടി ലെവൽ നോക്കിയിട്ട് വേണം നമ്മൾ ബബിൾ ചെയ്യാൻ, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു പാറ്റേൺ. PWD പോയപ്പം ഭയങ്കര കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള പോലത്തെ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, തിയറി കംപ്ലീറ്റ്ലി അറിയുന്ന ഒരാൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അതിനെക്കൊണ്ട് ഞാൻ 99 ബബിൾ ചെയ്യുന്നു PWD. അപ്പം ഈ ക്വസ്റ്റ്യനും എക്സാം എഴുതിയാണ് ഈ ടെൻഷൻ മാനേജ് ചെയ്ത് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസ് എഴുതുക, വീട്ടിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ അതിനിടയിൽ എപ്പോഴാണ് ISRO ക്രാക്ക് ചെയ്തത്? നമ്മുടെ അഭിഷേക് ചെറിയ ആളൊന്നല്ല കേട്ടോ, ഇപ്പം ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ISRO എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളും കൂടെ നമുക്കൊന്ന് ചോദിക്കാം. ആ എക്സാമിനെ പറ്റിയും അതിന് ISROയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ അതിനു വേണ്ടി നോക്കിയിട്ടില്ല. ഇതിന്റെ കൂടെ വന്നപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് IT-കാർ മാത്രം പറ്റിയ എക്സാം ആണല്ലോ, അപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടതാണ്. ആ എക്സാം വന്നത് ഈ LSTD ടൗൺ പ്ലാനിന്റെ ആ ടൈമിലായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടി ഈ LSTDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പം ഈ എക്സാമും പോയി എഴുതി. അതും ഈ പറഞ്ഞ മാതിരി കമ്പാരിറ്റീവ്ലി ബാക്കി എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരുന്നു ISROന്റെ എക്സാം. ഈ ഒരു എക്സാം മാത്രം. ഇതിന് മുന്നുള്ള അത്യാവശ്യം ടഫായിരുന്നു. അപ്പം അതും ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ അതെന്തോ ഒരു ഭാഗ്യം പോലെ കിട്ടി. അതിൽ എത്ര പേരായിരുന്നു അന്ന് ആ ലിസ്റ്റിൽ നിന്ന്? അതില് 4 പേരാണ് സെലക്ട് ചെയ്തത്. അതില് 2ാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക്. ഓക്കെ, അയ്യോ നല്ല റാങ്ക് തന്നെയാണ്. അപ്പൊ ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ISROയിലാണ്, HSFC എന്ന് പറഞ്ഞ സെന്ററിൽ. അപ്പം ഡ്രാഫ്റ്റ്മാൻ സിവിലായിട്ട്. വർക്കൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ഉഷാറായി പോകുന്നു അവിടെ? വർക്കൊക്കെ ഉഷാറുണ്ട്. ഇപ്പൊ അവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് സെന്റർ. അപ്പൊ ഒരുപാട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ പ്ലാൻ വരയ്ക്കുക, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, അപ്പൊ അഭിഷേക് ഇപ്പൊ ISROയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൈലത്തിൽ വന്നതിന് ശേഷമാണ് ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തതെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ജേർണിയിൽ സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി എന്നുള്ളതും കൂടെ ഒന്ന് പറയാമോ? ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാനുള്ളൊരു ഏറ്റവും വലിയ ഫാക്ടർ സൈലം തന്നെയാണ്. പിന്നെ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ തിയറി ബാക്ക്ഗ്രൗണ്ട് അത്രത്തോളം ഇല്ലാത്തൊരു ആളാണ്. അപ്പം തുടങ്ങുന്നത് തന്നെ സൈലത്തിൽ നിന്നാണ്. അപ്പം ഒരു ഫൗണ്ടേഷൻ തന്നതും ഒക്കെ സൈലം തന്നെയാണ്. എല്ലാ മിസ്സുമാരും എല്ലാവരും നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെക്ചർ നോട്ട് ഈ സൈലത്തിൻ്റെ തന്നെ ഉണ്ടാവും, പ്രൊവൈഡ് ചെയ്യും ക്ലാസ് കഴിഞ്ഞിട്ട്. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഓരോ ക്ലാസ് ഇപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ ടെസ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വരും. എക്സാം ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ഒരു 50 ക്വസ്റ്റ്യൻ്റെ ടെസ്റ്റുകൾ വേറെ വരും, മോക്ക് ടെസ്റ്റ് പോലെ. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാൻ, ഞങ്ങളുടെ ബാച്ച് ഒരു 2025 ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പം ബാച്ച് കഴിയാറായി. അപ്പം PWD എക്സാം ആണെങ്കിൽ വന്നിട്ടുമില്ല. അപ്പം നമുക്ക് അതുവരെ എക്സാമിന് വരെ തരും എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഷാഹിദ് സാറോടൊക്കെ സംസാരിച്ചപ്പോൾ സാറ് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ആ കാര്യം കൈകാര്യം ചെയ്ത്. നമുക്ക് PWD എക്സാം എന്നാണോ വരുന്നത് അന്ന് വരെ നമുക്ക് ബാച്ച് ഓപ്പൺ ആയിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. പിന്നെ അതുവരെ അത് ശരിക്കും വലിയൊരു കാര്യമാണ്. എക്സാം ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് എന്താ ഡൗട്ട് വരുമ്പോൾ വീഡിയോ എടുത്ത് കാണാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് അത്ര ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ എടുത്ത് കാണാം. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എക്സാം അടുപ്പിച്ച് നമുക്ക് ഒരു റിവിഷൻ ബാച്ചിലേക്ക് നമുക്ക് കൂടി എൻട്രി തന്നു. അതെ, നമ്മൾ PWD റിവിഷൻ ബാച്ച് മാത്രമായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കും എൻട്രി തന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമുള്ള ബാച്ചായിരുന്നു. അതെ. അതും പിന്നെ യൂട്യൂബിൽ മിസ്സൊക്കെ ഇടുന്ന വീഡിയോ, എല്ലാവരും ഇടുന്ന റിവിഷൻ ക്ലാസ്, അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ചിലപ്പോൾ ഡെയിലി ഉണ്ടാവും മാരത്തോൺ എന്ന് പറഞ്ഞിട്ട്. എക്സാം അടുപ്പിച്ച് അത് കാണുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ റിവിഷൻ കഴിഞ്ഞിരിക്കണം. പഠിച്ച് കഴിഞ്ഞിട്ട് കണ്ടാലാണ് മാക്സിമം അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ അത് മാത്രം കണ്ട് എക്സാമിന് പോകുന്നത് അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കില്ല. ഒരുപാട് ചോദ്യം കിട്ടും. കാരണം അതിൽ നമ്മൾ ഏറ്റവും കൂടെ പറയാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ കിട്ടും. പക്ഷെ നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള സാധനം അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെഗുലറായിട്ട് പഠിച്ച് ഒരു റിവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അത് കാണുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തിയറി പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പം വൺസ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു റിവിഷൻ ചെയ്തത്? നമ്മൾ മൊത്തം തിയറി റിവിഷൻ ചെയ്യുമോ അതോ ക്വസ്റ്റ്യൻസ് ചെയ്താണോ പഠിക്കുന്നത്? എങ്ങനെയാണ് റിവിഷൻ ചെയ്തത് ഓരോ സബ്ജക്റ്റുകളും? ഞാൻ ചാപ്റ്റർ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പം ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോകുമല്ലോ. അപ്പം ഒരു ചാപ്റ്റർ അപ്പം തന്നെ ഒരു ചാപ്റ്റർ ഫുള്ള് വായിക്കും. അങ്ങനെയായിരുന്നു മാക്സിമം റിവിഷൻ ചെയ്തിരുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ വീക്ക് പോയിന്റ് എവിടെയാണ്. ഇപ്പം വാല്യൂസ് കുറേ ഉണ്ടല്ലോ, നമുക്ക് വാല്യൂസ് ആണോ കിട്ടാത്തത്, കൺഫ്യൂഷൻ വരുന്ന വാല്യൂസ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ഓരോ ചാപ്റ്ററിൽ തന്നെ കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ. അപ്പം ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ബുക്ക് റെഫർ ചെയ്യുമ്പം അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് വായിക്കും. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് അതേപോലെ വാല്യൂസ് ഇപ്പം നിങ്ങൾ ക്രാക്ക് ചെയ്തത് ഓവർസിയർ എക്സാം ആണ്. അപ്പോൾ ഓവർസിയർ എക്സാമിന് നമുക്ക് ഒരുപാട് ഇപ്പം എല്ലാ സബ്ജക്റ്റിനും ഒരുപാട് വാല്യൂസ് ലിമിറ്റുകളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ സാധിച്ചത്? അത് റിവൈസ് ചെയ്യാറില്ല, വേറെ വഴിയില്ല. റിപ്പീറ്റ് ചെയ്ത് വായിക്കും. പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ട്സ് എഴുതി ഒട്ടിച്ച് വെച്ചിരുന്നു ചുമരുമിൽ. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ അങ്ങനെ വായിക്കും. നമ്മൾ പെട്ടെന്ന് അത് ഓർമ്മ വരില്ല. നമ്മൾ ഓരോ കാര്യം ആലോചിക്കുമ്പം പെട്ടെന്ന് കത്തിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാച്ചിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ മാത്രം എവിടെയെങ്കിലും കാണുക എഴുതി വെക്കണം. അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം പ്രിപ്പറേഷന്റെ കാര്യമായി മൊത്തത്തിൽ ഇപ്പം ഫാമിലി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ഇപ്പൊ ക്രാക്ക് ചെയ്ത് വന്നപ്പോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ മൊത്തത്തിൽ ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ആദ്യം എനിക്ക് എല്ലായിടത്തും പോകാനൊക്കെ ഒരു മടിയായിരുന്നു, ഇപ്പൊ അതൊക്കെ റെഡിയായി, ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റായിണ്ടാവില്ലേ? ഇപ്പൊ ഒരു എല്ലാവർക്കും സന്തോഷം, അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും സന്തോഷം. അവര് തരുന്ന സപ്പോർട്ടിനുള്ള ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ഒരു ജോബിൽ ഇരിക്കുമ്പം ഈ മൊത്തമായിട്ട് ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു പോയിന്റിലെത്തി. അപ്പോൾ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ 2 കൊല്ലാണെങ്കിലും 3 കൊല്ലാണെങ്കിലും ഇപ്പം കിട്ടുന്നൊരു ടൈം പിന്നെ കിട്ടില്ലല്ലോ. മാക്സിമം എന്നെ കൊണ്ടാവുന്ന പോലെ പഠിച്ചാൽ മതി. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് വേറെ എന്തൊക്കെ പണി ട്രൈ ചെയ്യും. കിട്ടിയില്ല കുഴപ്പമില്ല, നമുക്ക് എന്തൊക്കെ പണിയുണ്ട്, നമുക്ക് പ്രൈവറ്റ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നിരുന്നു. പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴാണെങ്കിലും എന്നെ മാക്സിമം അവർ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നോക്കും. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യൂല.
വീട്ടിൽ നിന്ന് നമുക്ക് ശരിക്കും നമ്മൾ പഠിക്കാനിരിക്കുന്ന അന്തരീക്ഷവും പഠനത്തോടെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അപ്പം പക്ഷെ നമുക്ക് കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണമല്ലേ പഠിച്ചെടുക്കാൻ. അപ്പം നമുക്കും അതെ, ഈ ഒരു റിസൾട്ട് ഇപ്പം നിങ്ങൾ പാരൻസിനെ കൊണ്ട് പറയുന്ന പോലെ നമ്മളിപ്പം ഫാക്കൽറ്റീസ് ആണ്, അല്ലെങ്കിൽ മൊത്തം ഒരു ടീമുണ്ട്. ഫാക്കൽറ്റീസ് മാത്രമല്ല ശരിക്കും സൈലത്തിൽ. ഇപ്പം നിങ്ങളുടെ ഒരു കാര്യം നടക്കണമെങ്കിൽ ടീച്ചേഴ്സ് മാത്രമല്ല അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് എക്സാംസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീമുണ്ട്, അതായത് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുകളുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാൻ സ്മിനു ഉണ്ട്. സ്മിനു നമ്മുടെ മെൻറ്ററാണ്, പുതിയ മെൻറ്ററാണ്. നിങ്ങളുള്ളപ്പോൾ ആദ്യം സ്നിഗ്ധയായിരുന്നു, ഇപ്പം സ്മിനു ആണ്. അപ്പോൾ ഫാക്കൽറ്റീസ് മാത്രമല്ല, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ മൊത്തത്തിലാണ് നിങ്ങളുടെ ബാച്ച് അസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് മൊത്തത്തിലൊരു ടീമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ തരുന്ന റിസൾട്ടാണ് നമുക്കൊരു ഹാപ്പിനെസ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിസൾട്ട് വരുമ്പോൾ, ഇപ്പോൾ അഭിഷേക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാണ് ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്, മിസ്റ്റേക്ക് കിട്ടി എന്നുള്ളത്. അപ്പം അതറിയുന്നതാണ് നമുക്കൊരു സന്തോഷം, നിങ്ങൾ പാരൻസിനെ കൊണ്ട് പറയുന്ന പോലെ. അപ്പം മൊത്തം ടീമും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുക, അതും കുറഞ്ഞ ഒരു ബാച്ചിൽ മാത്രം പഠിച്ച് ഒരു വർഷം. എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തു ഇതിലേക്ക്? ഞാൻ 2024 മാർച്ചിലാണ് തുടങ്ങിയത്. ഈ ISRO കിട്ടിയത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ അതുവരെയുള്ള സമയം PSC തന്നെയായിരുന്നു. നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമുക്കുള്ള സന്തോഷം. അപ്പം ഇനി പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ പലരും ഉണ്ടാവും വെച്ചാൽ നമ്മൾ പഠനം തുടങ്ങി ഒരു പോയിന്റിലെത്തുമ്പോൾ ഇനി ഇത് വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ കുറേ ഇപ്പം നിങ്ങൾ പാരൻസിൻ്റെ സപ്പോർട്ട് പറഞ്ഞു, അതേപോലെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ മൊത്തം സൊസൈറ്റിയിൽ നിന്നുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ PSC എന്ന് പറയുന്ന ഒരാൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ നമ്മൾ ഒരു 3 വർഷം ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചില അപ്പ് ആൻഡ് ഡൗൺസ് വരാം. ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ക്വിറ്റ് ചെയ്യണോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. അപ്പം അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത് പ്രോസസ്സ് ശരിക്കും സ്ട്രെസ്ഫുൾ ആണ്, കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് പ്രോസസ്സ്. പക്ഷെ നമ്മൾ സിവിലിൻ്റെ അഡ്വാൻറ്റേജിൽ അല്ല, സിവിലിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. ടെക്നിക്കൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്കാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് എക്സാംസ് വരും, വേക്കൻസി അതേപോലെ ഉണ്ട്. അപ്പം നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാലും ഇത്ര തൊട്ട് ഇത്ര വരെയുന്നുണ്ട്. അപ്പം നമുക്ക് ആ സാധനങ്ങൾ ഇവർ സിലബസ് ആയിട്ട് തരുന്ന സാധനങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു എക്സാമോ 2 എക്സാമോ അല്ലെങ്കിൽ ഒരു 5-6 എക്സാം ഒരുമിച്ച് കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിനുവേണ്ടി വിട്ടുകൊടുക്കരുത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ സ്വന്തം ആദ്യം നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ക്രാക്ക് ചെയ്യും. അതിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ മറന്നു വരുന്നു, ലാസ്റ്റ് എത്തിയപ്പോൾ ആ ചോദ്യം ഓർമ്മ വന്നേ. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറേ പുതിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ബാച്ച് എത്തിയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. PSCയുടെ തന്നെ ഒരു പാറ്റേൺ മാറിയല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തെടുത്തതെന്നും കൂടെ ഒന്ന് പറയാമോ? കാരണം ഒരു ബേസ് ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ITI ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റുഡൻസിനും ഇപ്പോൾ 3rd ഗ്രേഡിനും സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാലേ ആൻസറിലെത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്തു എന്നൊന്ന് പറയാമോ? നമ്മൾ തിയറി പക്ക ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എങ്ങനെയൊക്കെ ഡിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും സെന്റൻസ് നമ്മൾ കറക്റ്റ് വായിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ കുറച്ച് ഇപ്പൊ ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഒരു റെയിലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേ ഉള്ളൂ, ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വേർഡ് നോക്കണം, സെന്റൻസ് നോക്കണം. പിന്നെ തിയറി പക്ക ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ധാരാളം ഞാനത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ സിവിലിൻ്റെ നോട്ട് മിസ് മാം തരുന്നതാണെങ്കിലും ഇപ്പം എല്ലാവരുടെ നോട്ടാണെങ്കിലും നമുക്ക് ബേസിക് മീൻസ് ഇപ്പം എൻ്റെ തന്നെ അറിയാലോ, ITI വന്ന് അതിനെ കൊണ്ട് നമുക്ക് ഒരു അത്രയ്ക്കും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ്. ആർക്ക് ഇപ്പം ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിലും സിവിലിനെ പറ്റി ഒരു ധാരണ അല്ലാത്ത ആളാണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് പഠിച്ച് ഫൗണ്ടേഷൻ തന്ന് അത്രയും ഒരു ലെവലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തിക്കും. സൈലം ബേസിൽ നിന്ന് തന്നെ തുടങ്ങുന്നു നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണോ സൈലം ചൂസ് ചെയ്തത്, അതോ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ സൈലം ചൂസ് ചെയ്യാൻ? ഞാൻ പറഞ്ഞല്ലോ, ഈ ഷാഹിദ് സാറിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പം തന്നെ പിന്നെ സൈലത്തിൻ്റെ പിന്നെ അത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും നല്ലൊരു ക്ലാസ് ആണെന്ന് തോന്നി ഈ ഡെമോ ക്ലാസ് ഒക്കെ കണ്ടപ്പോഴും. അങ്ങനെ വന്നു. പിന്നെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരുടെ ക്ലാസ്സും ഡെമോ ഉണ്ടല്ലോ യൂട്യൂബിലാണെങ്കിലും, എല്ലാവരുടെ ക്ലാസ്സും കണ്ടിട്ട് തന്നെയാണ് ചേർന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബേസിക് കാര്യങ്ങളെ പറ്റി തുടങ്ങി അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ക്ലാസ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങൾ കേട്ടതൊക്കെയാണ് അഭിഷേകിന്റെ വിശേഷങ്ങൾ. അഭിഷേക് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. കുറച്ചൊരു മാസം ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിലും അവർ തന്നെ എഫേർട്ട് ഇട്ട് ആ ഒരു മാസത്തെ ക്ലാസ് ബാലൻസ് ചെയ്തെടുത്തു. അതിനുശേഷം കൃത്യമായിട്ട് ഇപ്പോൾ റെക്കോർഡഡ് സെഷൻസ് ആണ് കേട്ട് പഠിച്ചതെന്ന് പറഞ്ഞു. ആ റെക്കോർഡഡ് സെഷനോടൊപ്പം തന്നെ പെൻഡിങ് ഉള്ള ക്ലാസ്സുകളും കൂടെ കണ്ടു തീർത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി പഠിച്ചു.
പിന്നെ ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്ത് ആദ്യം ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതി നോക്കി. പിന്നെ ISROയുടെ എക്സാം വന്നപ്പോൾ അത് ക്രാക്ക് ചെയ്തു. ഇപ്പോൾ ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ PWD എക്സാമും ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇപ്പം BSc മാത്സ് കഴിഞ്ഞു, അതിനുശേഷമാണ് നമ്മുടെ സിവിൽ പഠിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും വിചാരിച്ചാൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും, വിചാരിച്ചാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ സൈലം ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനലിൽ അടുത്ത ഒരു എൻട്രി നിങ്ങളുടേതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.